പീരിമേട് റാണിമുടിയിൽ പ്രവർത്തിക്കുന്ന ക്രഷറിൽ അനധികൃതമായി വില കൂട്ടിയെന്നാരോപിച്ച് ലോറി ടാക്സി തൊഴിലാളികൾ ക്രഷർ ഉപരോധിച്ചു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ക്രഷർ ഉൽപ്പന്നങ്ങൾ കമ്പനി ആവശ്യത്തിന് മാത്രം കടത്തിവിടുകയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായും പരാതി ഉയർന്നു. 35ഓളം ടിപ്പർ ലോറി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത്. പാറമടകളും മറ്റ് ക്രഷറുകളും പൂട്ടിയ സാഹചര്യത്തിൽ നിർമ്മാണ മേഖലയാകെ പ്രതിസന്ധിയിലാണ്. ഇതിനു പുറമെയാണ് പീരിമേട് പാമ്പന റാണികോയിൽ പ്രവർത്തിച്ചു വരുന്ന റെജിമാത്തിന്റെ ഉടമസ്ഥയിലുള്ള ക്രഷറിൽ മെറ്റൽ, എംസാൻഡ്, പീസാൻഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമിതവില ഈടാക്കുന്നത് തൊഴിലാളികൾക്ക് പുറമെ സാധാരണക്കാരെയും ബാധിക്കുന്നു. ക്രഷർ യൂണിറ്റിന്റെ ഗേറ്റ് പൂട്ടി സാധനങ്ങൾ കടത്തിവിടാതെയാണ് സമരക്കാർ ഉപരോധിച്ചത്. മേഖല പ്രതിസന്ധിയിൽ കിടക്കുന്ന സമയത്തുള്ള വില വർധന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ലോറി ഡ്രൈവർമാർക്കും മുതലാളിമാർക്കും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ആയതിനാൽ അധികാരികൾ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ഇത് 2 ദിവസമായിട്ട് തുടങ്ങിയ സമരമാണ്. ഇത്രയും വാഹനങ്ങളും ഡ്രൈവർമാരും ഈ 2 ദിവസമായിട്ട് പട്ടിണിയിലാണെന്ന് തന്നെ പറയാം. ഇവിടെ പരിസരത്തും ഒരു കട പോലും ഇല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള നിവൃത്തി പോലും ഇല്ല. ക്രഷറിലാണെങ്കിൽ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വെള്ളമല്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ഡ്രൈവർമാരുടെ അവസ്ഥ. പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും ക്രഷർ ഉടമകളുമായി സംസാരിച്ചുവെങ്കിലും തീരുമാനമായില്ല. ഇതോടെ ക്രഷറിൽ നിന്ന് ഒരു ഉൽപ്പന്നം പോലും വെളിയിൽ പോകാൻ അനുവദിക്കില്ല എന്ന് ഡ്രൈവേഴ്സ് വ്യക്തമാക്കി. ഇടുക്കി വിഷൻ, കുമളി.